തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് കേട്ടോ ഇന്നത്തെ ദൈവമേ കൈതൊഴാം. തിരുവനന്തപുരം ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് വെട്ടുകാട് പള്ളി. റോമിലെ പുരാതന പള്ളികളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. വെട്ടുകാട് പള്ളിയിലെത്തി ആഗ്രഹം പറഞ്ഞാൽ സഫലീകരണം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. വിശേഷ ദിവസങ്ങളിലടക്കം വെട്ടുകാടേക്ക് എത്തുന്ന വിശ്വാസികളും ഏറെയാണ്. അറ്റമില്ലാത്ത കടലിലേക്കും അനന്തമായ ചക്രവാളത്തിലേക്കും മുഖം നോക്കിയാണ് വെട്ടുകാട് പള്ളിയുടെ നിൽപ്പ്. ശംഖുമുഖത്തിന്റെ തീരമണലിൽ വേരുറപ്പിച്ച് നീലാകാശത്തോളം ഉയരത്തിൽ കടലിനെ സാക്ഷിയാക്കി ഓരോ വിശ്വാസിയെയും ദൈവം അനുഗ്രഹിക്കുന്നു. നൂറ്റാണ്ടുകൾ നീളുന്ന ചരിത്രമുണ്ട് വെട്ടുകാട് പള്ളിക്ക്. 1543 1547 ഇടയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ദേവാലയം സന്ദർശിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. മാദ്രെ എന്ന ഇറ്റാലിയൻ പദത്തിൻ്റെയും ദേദേവൂസ് എന്ന പോർച്ചുഗീസ് പദങ്ങളുടെയും സമ്മിശ്ര രൂപമായ മാദ്രെ ദേദേവൂസ് എന്ന നാമമാണ് ദേവാലയത്തിന്. ദൈവത്തിൻ്റെ അമ്മ എന്നാണ് ഈ പദങ്ങളുടെ അർത്ഥം. കന്യാമറിയത്തിന്റെ നാമത്തിലാണ് ദേവാലയം സ്ഥാപിതമായിരിക്കുന്നത്. വെട്ടുകാട് പള്ളിയുടെ നിലവിലെ ഘടന 1934 1937 ഇടയിൽ റവറൻ ഫാദർ ഗോർഡിൻ എ ഗുഡിഞ്ഞോയുടെ നേതൃത്വത്തിലാണ് നിർമ്മിച്ചത്. പുനർനിർമ്മാണം പൂർത്തിയായത് 2018. ഇത് പഴയ പള്ളിയായിരുന്നു. അതിനെ പൊളിച്ചാണ് ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ നിർമ്മിച്ചത്. പുതിയതായിട്ട് മറ്റേ ഗ്രോത്തിക് നിർമ്മാണത്തിലുള്ള വിദേശ ഇറ്റാലിയൻ മോഡലിലുള്ള പള്ളിയാണ് നിർമ്മിച്ചത്. 2009 പള്ളി നിർമ്മാണം തുടങ്ങി. 2018 പള്ളി പൂർത്തിയായി. അതിൻ്റെ തറക്കല്ലിട്ടതും ഗ്ലാഡിൻ അച്ഛനായിരുന്നു. അതിനെ അന്ന് ഉണ്ടായിരുന്നതും ഈ പറഞ്ഞതുപോലെ ജനറൽ കൺവീനർ തന്നെയാണ് കല്ലെടുത്തുകൊണ്ട് പോയി നമ്മൾ ബ്ലെസ്സിങ്ങിന് കൊടുത്തതും കല്ല് ഇട്ടതും എല്ലാം ഗ്ലാഡിൻ അച്ഛനായിരുന്നു. ഒറ്റ നോട്ടത്തിൽ റോമിലെ ഒരു ദേവാലയമെന്ന് തോന്നിപ്പിക്കും വിധമാണ് വെട്ടുകാട് പള്ളിയുടെ നിർമ്മാണം. കൂർത്ത മിനാരങ്ങൾ, വമ്പൻ ഡോം, ചുമരുകൾ നിറയുന്ന വലിയ ജനാലകൾ, നീളൻ ഇടനാഴി, പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നുമുള്ള നിർണായക നിമിഷങ്ങൾ വർണ്ണചിത്രങ്ങളായി ഉത്തരത്തിൽ വിരിയുന്നു. എല്ലാം പാശ്ചാത്യ മാതൃകകൾ. തിരുവനന്തപുരം ലാറ്റിൻ കത്തോലിക്ക അതിരൂപതയുടെ കീഴിലാണ് വെട്ടുകാട് പള്ളി. 2 ചാപ്പലുകളും ഒരു മ്യൂസിയവും ഉൾപ്പെട്ട ഭൂഗർഭാറയും അടുത്തിടെ ഉദ്ഘാടനം ചെയ്തു. വൈകുന്നേരങ്ങളിലാണ് വെട്ടുകാട് പള്ളിയിലേക്ക് കൂടുതൽ പേരെത്തുന്നത്. ജോലിയുടെ ഭാരമിറക്കിയവരും ശാന്തിയുടെ ഉറക്കം തേടുന്നവരും സന്ധ്യയോടെയാണ് ഇവിടെ എത്തുക. ഒരുപാട് ആൾക്കാർ ദൂരെ നിന്ന് വരുന്നുണ്ട്. കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്ന് പ്രാർത്ഥിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ ക്രിസ്തുരാജ സന്നിധിയിൽ അവതരിപ്പിച്ചിട്ട് അത് നിവൃത്തിയായിട്ട് പോകുന്ന ആൾക്കാരാണ് കൂടുതലും. ആര് വന്നാലും 4 നേരം ഭക്ഷണം കിട്ടുന്ന ഒരു സംവിധാനം ഇവിടെയുണ്ട്. PSCയുടെ അതിൽ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. പിന്നെ അന്നിപ്പോൾ കാല് വയ്യ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കാനായിട്ടാണ്. മോന് വയ്യ, സുഖമില്ലാത്തതാണ്. ഇപ്പോൾ എഴുതി നടക്കുന്നുണ്ട്. നേരത്തെ എഴുതി നടക്കുന്നില്ലായിരുന്നു, ഇപ്പോൾ എഴുതിയൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഇച്ചിരി എണീറ്റ് നടക്കാറുണ്ട്. അവൻ്റെ സ്വന്തം കാര്യങ്ങളൊന്ന് തനിയാവാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിനേക്കുള്ള ഒരു വിശ്വാസമുണ്ട്. വെട്ടുകാട് പള്ളിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ് ക്രിസ്തുരാജ തിരുനാൾ.
ആരാധനാക്രമ വർഷത്തിലെ അവസാന ഞായറാഴ്ചയിൽ 10 ദിവസങ്ങളിലായി ആഘോഷിക്കുന്ന ഈ ഉത്സവം 500 വർഷത്തിലേറെയായി ആചരിച്ചു വരുന്നു. വിശുദ്ധ കുർബാന, സമൂഹ ദിവ്യബലി തുടങ്ങിയ പ്രത്യേക പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന പെരുന്നാൾ ക്രിസ്തുരൂപം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയോടെയാണ് സമാപിക്കുന്നത്. വെട്ടുകാട് പള്ളിയിൽ ആഴ്ചയിലുടനീളം ഒന്നിലധികം കുർബാനകൾ നടക്കുന്നു. ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, ലാറ്റിൻ എന്നിവയുൾപ്പെടെ വിവിധ ഭാഷകളിലാണ് കുർബാന നടക്കുക. ഇടവകക്കാരുടെ സമയക്രമം പാലിക്കുന്നതിനായി വിവിധ സമയങ്ങളിൽ ദിവസേനയുള്ള ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. അറ്റമില്ലാത്ത കടലിലേക്ക് അഭിമുഖമായി നിൽക്കുകയാണ് വെട്ടുകാട് പള്ളി. വിശേഷ ദിവസങ്ങളിൽ 9ഓളം കുർബാനകൾ നടക്കുന്ന, വ്യത്യസ്ത ഭാഷകളിൽ കുർബാന നടക്കുന്ന ഒരു പള്ളി. ഒരു പള്ളി ഒരു നാടിൻ്റെ ജീവനാടി മാറുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് വെട്ടുകാട് പള്ളി. ക്യാമറമാൻ സജയനും രതീഷ് കട്ടേൽക്കൊപ്പം ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.